എനിത്തിങ് ലൈക്ക് എഗ് റൈസെന്നോ എഗ് ബിരിയാണിന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാൻ പറ്റുന്നത്. ബിക്കോസ് വാട്ട് ഗിവ്സ് യു സാറ്റിസ്ഫാക്ഷൻ അല്ല, എന്താണ് നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. സോ വിത്തൗട്ട് എനി ഫർദർ ഡിലേ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ടാസ്ക്. അപ്പോൾ ഒരു കുക്കർ വെച്ച് നമ്മളിതുപോലെ വെള്ളം ഒഴിച്ച് കൊടുത്തു. ഇനി ഇതിലോട്ട് നമ്മൾ ഈ പറയുന്ന പോലെ ഈ പട്ട, കരയാമ്പൂ എന്നൊക്കെ പറയുന്ന ആ ഒരു പാക്കറ്റായിട്ട് കിട്ടുമല്ലോ, അതൊഴിക്കുക. അത് കഴിഞ്ഞിട്ട് നല്ല ഓയിൽ അതൊഴിക്കുക. എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ അരിയിടുന്ന സമയത്ത് ഇതിലേക്ക് അരിയിടുന്ന സമയത്ത് അതെല്ലാം കുറച്ച് എന്താ പറയുക സെപ്പറേറ്റ് ആയി നിൽക്കും, ഇങ്ങനെ ഒട്ടി കുഴഞ്ഞ് നിൽക്കില്ല. എന്നിട്ട് നമ്മൾ വീണ്ടും മിസ്റ്റേക്ക്, ആവശ്യത്തിന് നമ്മൾ ഉപ്പിടുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി കഴുകി വൃത്തിയാക്കി വെച്ച അരി നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കുക, എല്ലാം ഒന്ന് മിക്സ് ആവാനായിട്ട്, എല്ലാ മസാലയും എണ്ണയും എല്ലാം ഒന്ന് മിക്സ് ആവാനായിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളത് കുറച്ച് ഒരു 10 മിനിറ്റ് വയ്ക്കുമ്പോഴത്തേക്കും അത് വിസിൽ വരും. ഒരുപാട് വെക്കേണ്ട, കാരണം ഞാൻ എടുത്തിരിക്കുന്ന ബസുമതി അരിയാണ്. സോ അത് കുറച്ചും കൂടെ കുഴഞ്ഞു പോവും. അതുകൊണ്ട് തന്നെ നമ്മളത് വിസിൽ എടുത്തതിന് ശേഷം ഒന്ന് ഓപ്പൺ ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ഞാൻ എന്നും റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നില്ല, പച്ചക്കറി അല്ല, ഈ ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി തുടങ്ങിയ സാധനങ്ങൾ നമ്മൾ അരിഞ്ഞ് വയ്ക്കുക. അതേസമയം നമ്മൾ ഈ മുട്ട പുഴുങ്ങാനായിട്ട് വയ്ക്കുക. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ 2 മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഓൾറെഡി കുക്ക്ഡ് ആയിട്ടുള്ള ഈ റൈസ് നമ്മളൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുക. അതിനായിട്ട് സ്ട്രെയിനർ എടുത്ത് നമ്മൾ ഈ പറയുന്ന പോലെ എല്ലാ സാധനങ്ങളും അതിലേക്ക് കൂട്ടി ഒരു 10-15 അല്ലെങ്കിൽ ഒരു 15 to 20 മിനിറ്റോളം വയ്ക്കുമ്പോഴത്തേക്കും അതിലെ വെള്ളമെല്ലാം സ്ട്രെയിനായിട്ട് കംപ്ലീറ്റ് ആയിട്ടും പോകും. പിന്നെ നമുക്ക് ചെയ്യാനുള്ള അടുത്ത ടാസ്ക് എന്തെന്ന് വെച്ചാൽ ഒരു പാൻ എടുത്ത് അതിൽ ഈ പറയുന്ന പോലെ കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് നല്ല ഓയിലോ വെളിച്ചെണ്ണയോ അത് നിങ്ങളുടെ പ്രിഫറൻസിനനുസരിച്ചിട്ട് അത് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ പറയുന്ന പോലെ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, അതുപോലെ മുളക് പൊടി ആവശ്യത്തിന്, ഇത് രണ്ടും ചേർത്തതിന് ശേഷം പിന്നെ ഉപ്പും, അത് നമ്മൾ മറക്കാൻ പാടില്ല, ഉപ്പും നമ്മളൊന്ന് ആഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ നന്നായിട്ടൊന്ന് അത് മിക്സ് ആവണമല്ലോ, നന്നായിട്ടൊന്ന് മിക്സ് ആവണം. മാത്രമല്ല അതിൻ്റെ ഒരു പച്ചമണം പോകണം, പിന്നെ ആ കളറും കുറച്ചും കൂടെ വരണം. എന്നിട്ട് നമ്മൾ ഈ ഓൾറെഡി ബോയിൽ ചെയ്ത് വെച്ച എഗ്ഗിനെടുത്ത് അതിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം അതിൻ്റെ സ്കിന്നൊക്കെ ഭയങ്കര ഹാർഡായിട്ട് വരും. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഈ റൈസിലേക്ക് ഇടുന്ന സമയത്ത് അതൊന്ന് ഉടഞ്ഞു പോവാതെ കുറച്ച് ഹാർഡായിട്ടിരിക്കും. എന്നിട്ട് നമ്മളതിന് ശേഷം ഈ പറയുന്ന പോലെ മുട്ട നമ്മളതെടുത്ത് മാറ്റി വയ്ക്കുക. അതേ എണ്ണയിൽ, ഞാനൊന്നും ആഡ് ചെയ്തിട്ടില്ല, അതേ എണ്ണയിൽ നമ്മൾ ഈ പറയുന്ന മുമ്പ് പറഞ്ഞ പോലെ ഉള്ളി, സവോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി നന്നായിട്ട് വഴറ്റുക. പിന്നെ നിങ്ങൾക്ക് ഇൻ കേസ് നിങ്ങൾക്ക് എണ്ണ എന്തെങ്കിലും കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ, ഓയിൽ കുറവുണ്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഓയിൽ ഒഴിക്കാം. ഞാനിവിടെ പ്രിഫർ ചെയ്യുന്നത് ഗീ ആണ്. നല്ലൊരു നെയ്യാണ് ഞാനവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ എനിക്ക് നെയ്യുള്ള ഭക്ഷണം ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ, അതുമാത്രമല്ല ഞാൻ ഒടുക്കത്തെ സ്മെല്ലാണ്. അപ്പം ആ സ്മെല്ല് കിട്ടുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടെ എക്സ്ട്രാ കഴിക്കാൻ തോന്നും. അങ്ങനെ എന്നിട്ട് ഈ പറയുന്ന പോലെ തക്കാളി നമ്മൾ ആഡ് ചെയ്തു. ഫൈനലി ഈ മല്ലിയില, പുതിന എന്നുള്ള തുടങ്ങിയ സാധനങ്ങൾ, ഇല സാധനങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വതക്കി കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ അതൊന്ന് കുറച്ചെടുത്ത് മാറ്റി വയ്ക്കുക. എന്തിനാണെന്ന് വെച്ചാൽ ഈ ലാസ്റ്റ് ഈ പറയുന്ന റൈസ് ആകുമ്പോഴത്തേക്കും നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചാണ്. ഇൻ കേസ് നിങ്ങൾക്കത് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇതേ സോർട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, കാരണം ഇത് കുറച്ചും കൂടെ ഡ്രൈ ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് കുറച്ച് വെള്ളം, ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഞാൻ ആഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സ്ട്രെയിൻ ചെയ്ത് വെച്ച അരി നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഓൾറെഡി ബോയിൽഡ് ആയിട്ടുള്ള എഗ്ഗ്, ഫ്രൈഡും ആണ് അല്ലേ, ആ എഗ്ഗിനടുത്ത് നമ്മൾ അതിൻ്റെ മേലെ അങ്ങോട്ട് വെച്ചിട്ട് നല്ല നെയ്യ് വീണ്ടും ഞാൻ അതിൻ്റെ മേലെ ഒന്നെടുത്തു. പിന്നെ നമ്മൾ ഓൾറെഡി മാറ്റി വെച്ച ഈ ഫ്രൈഡ് ഓണിയൻ ഇല്ലേ, അതും കൂടെ ഒന്ന് ജസ്റ്റ് അതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഗൈസ് അത് കുറച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആൻഡ് ഹിയർ ഐ വിൽ ഷോ യു ദ ഫൈനൽ ലുക്ക് ഓഫ് മൈ ഫുഡ്, മൈ ലഞ്ച്. അപ്പം ഇതാണ് ഞാൻ പ്രിപ്പയർ ചെയ്ത my lunch. Okay, my lunch box, you can see this. ഓക്കെ, ഇതിൻ്റെ കൂടെ നമുക്ക് ഈ പറയുന്ന പോലെ സാലഡ്സ് നമുക്ക് യൂസ് ചെയ്യാം. ആൻഡ് ഇറ്റ് വിൽ ബി ഗുഡ്. അപ്പോൾ പിന്നെ
ഈ പറയുന്ന പോലെ വർക്കിന് പോകാൻ കുറച്ച് ടൈം എടുത്ത് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യു ക്യാൻ കോൾ ഇറ്റ് ആസ് എനിത്തിങ്, ലൈക്ക് എഗ് റൈസ് എന്നോ എഗ് ബിരിയാണി എന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാൻ വേണ്ടിനെ. ബിക്കോസ് വാട്ട് ഗിവ്സ് യു സാറ്റിസ്ഫാക്ഷൻ അല്ല, എന്താണ് നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. സോ യെസ്, ഐ ഡിഡ് ഇറ്റ്. Okay, I'll see you in the next video. Tata, bye.